ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. കേരളത്തിൽ ഇപ്പോൾ കുട്ടി ഡ്രൈവർമാർ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇന്നലെ മാത്രം MVDയുടെ പരിശോധനയിൽ 18 വയസ്സ് തികയാത്ത 16ഓളം പേരെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇന്നലെ MVDയുടെ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ മുഴുവൻ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 246 കുട്ടികളെയാണ് ഇതേപോലെ 18 വയസ്സ് തികയാതെ വാഹനം ഓടിച്ചതിന് MVDയും അതുപോലെ മറ്റു പോലീസുകാരൊക്കെ ചേർന്ന് പിടിച്ചിട്ടുള്ളത്. 18 വയസ്സ് തികയാത്ത ഒരു ആൾ വണ്ടി ഓടിക്കുന്നത് നിയമലംഘനമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഏത് വാഹനമാണെങ്കിലും അത് ഓടിക്കാൻ നമുക്ക് 18 വയസ്സ് തികയണം. മാത്രമല്ല 18 വയസ്സ് തികഞ്ഞിട്ട് നമ്മൾ ലൈസൻസും കൂടി ഡ്രൈവിംഗ് ലൈസൻസും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമപരമായിട്ട് വാഹനം ഓടിക്കാനുള്ള അർഹതയുള്ളൂ. എന്നാൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ എന്താ പറയുക, ബൈക്ക് എടുത്തിട്ട് 18 വയസ്സ് പോലും ആവാത്ത +1-ലും +2-ലും 10ാം ക്ലാസ്സിൽ പോലും പഠിക്കുന്ന കുട്ടികൾ ബൈക്കും എടുത്തുകൊണ്ട് വീട്ടിലുള്ള അച്ഛൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് റോഡിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. കാരണം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ സ്കൂൾ സമയം കോളേജ് സമയത്തൊക്കെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാം ചെറിയ കുട്ടികൾ, അതും 2 പേരെയും 3 പേരെയൊക്കെ വെച്ച് ഹെൽമെറ്റ് പോലും ഇടാതെ സ്കൂൾ യൂണിഫോമിൽ ബൈക്കിൽ ചുറ്റുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ശരിക്കും നിയമലംഘനമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ 18 വയസ്സ് തികയാതെ ഹെൽമെറ്റും വെക്കാതെ ത്രിബിളൊക്കെ ഇരുത്തി ബൈക്കിൽ പോകുമ്പോൾ കൂടുതലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. കാരണം ഈ കുട്ടി 18 വയസ്സ് തികയാത്ത ഈ ഒരു കുട്ടി ബൈക്ക് ഓടിക്കുന്നത് MVD അല്ലെങ്കിൽ മറ്റു പോലീസുകാർ അവർ പിടിച്ചാൽ പിന്നീട് ഇതിൻ്റെ മുഴുവൻ എന്താ പറയുക കേസും ഗൂലാമാലകളൊക്കെ വരുന്നത് ആ രക്ഷിതാക്കളുടെ പേരിലായിരിക്കും, അച്ഛനമ്മമാരുടെ പേരിൽ. അതുമാത്രമല്ല, ഈ 18 തികയാത്തവർ ബൈക്ക് ഓടിച്ച് പോലീസുകാർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ 25 വയസ്സിന് ശേഷമേ ലൈസൻസ് എടുക്കാവൂ എന്നൊരു കാര്യം കൂടി ഇപ്പം ഇന്നലെ MVD പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് MVD പറഞ്ഞത്. 18 വയസ്സ് തികയാത്തവരെ ബൈക്ക് ഓടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് 25 വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അതിനെപ്പറ്റി MVD ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി. മറ്റൊന്ന്, ആ വണ്ടിൻ്റെ ഈ 18 വയസ്സ് തികയാത്തവർ ഓടിക്കുന്ന വണ്ടി പോലീസ് പിടിച്ചാൽ ആ വണ്ടിൻ്റെ പെർമിറ്റ് 1 വർഷത്തിന് കട്ട് ചെയ്ത് വെക്കും. അതായത് പിന്നെ 1 വർഷത്തിന് ആ വണ്ടിക്ക് ഓടാനുള്ള പെർമിറ്റ് ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതിന് പുറമെ ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രക്ഷിതാവിന് 1 വർഷം തടവ് വരെ കിട്ടാവുന്നൊരു കേസാണ് ഇത്. 18 വയസ്സ് തികയാത്തൊരു വാഹനം ഓടിക്കുന്നത്. എന്തായാലും 18 തികയാത്ത ഒരാൾക്ക് സ്വന്തം പേരിൽ ബൈക്കുകൾ ഉണ്ടാവില്ല, മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും 18 വയസ്സ് തികയണം നമ്മുടെ പേരിൽ നമുക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലുള്ള വണ്ടികൾ നമ്മുടെ അച്ഛനമ്മമാരോടോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പേരിലായിരിക്കും. പക്ഷേ ഇത് 18 വയസ്സ് തികയാത്തവർ വാഹനം ഓടിച്ചാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഉടമക്കാണ് മുഴുവൻ പ്രശ്നവും വരുന്നത്. അപ്പോൾ മാക്സിമം 18 വയസ്സ് തികയാത്ത നമ്മുടെ മക്കൾക്ക് വണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ കൊടുക്കരുത് 18 വയസ്സ് തികയാത്തവർക്ക്. കാരണം പിടിച്ചാലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇന്നലെ മാത്രം 16 കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടിച്ചിട്ടുള്ളത്. ഇവരെ പിടിച്ചത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലീസും MVD ഒക്കെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ്. അപ്പോൾ ഈ സ്കൂളുകളും മറ്റു കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇനി മുതൽ ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് MVDയും കേരള പോലീസും ഒക്കെ. അപ്പോൾ മാക്സിമം നമ്മുടെ മക്കൾക്ക് വണ്ടി കൊടുക്കരുത് എന്ന ദൃഢനിശ്ചയം മാതാപിതാക്കൾ എടുക്കുക. ഒരു കാരണവശാലും 18 വയസ്സ് തികയാത്ത ആൾക്ക് വണ്ടി കൊടുക്കരുത്. മറ്റൊരു കാര്യം, ഒരാളുടെ ദേഹത്ത് വണ്ടി തട്ടിയാൽ ഇത് കൊലപാതക കുറ്റത്തിന് വരെ കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് 18 തികയാത്ത ഒരാൾ വണ്ടി ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മുടെ രക്ഷിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കുട്ടികൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ച് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ബൈക്ക് ഓടിക്കുന്നവർ, മറ്റു കാറും മറ്റു 4 വീലർ ഏത് വാഹനമായാലും അതിൻ്റെയൊക്കെ നിയമം അനുസരിച്ച് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതൊക്കെ ബൈക്ക് ഓടിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ് 18 വയസ്സ് തികയാത്ത കുട്ടികൾക്കെല്ലാം അവർക്ക് ഇന്നലെ മാത്രം ഏകദേശം 240ഓളം കുട്ടികളാണ് ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ചതിൻ്റെ പേരിൽ കൂടി MVD ഇന്നലെ കേരളത്തിൽ മുഴുവനായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് MVD പിടിച്ചിട്ടുള്ളത് 246 പേരെ ഹെൽമെറ്റ് വെക്കാത്തതിന്. അതൊക്കെ എന്താ പറയുക, ഒന്ന് ഷൈൻ ചെയ്യാൻ, മറ്റുള്ളവർ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളാവാൻ വേണ്ടിയാണ് കുട്ടികളിതൊക്കെ ചെയ്യുന്നത്. അവർ ആ പ്രായത്തിൽ അവർക്ക് അങ്ങനെയൊക്കെയാണ് തോന്നല് 18ാം വയസ്സിൽ.
പക്ഷേ പിടിക്കപ്പെട്ടാൽ അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കൾക്കാണ് അതിൻ്റെ മുഴുവനും ചുമതല MVD മറ്റു പോലീസുകാരൊക്കെ ഏൽപ്പിക്കുക. കാരണം വണ്ടി ആരാണോ കൊടുത്തത്, ആ വണ്ടീൻ്റെ ഉടമസ്ഥൻ ആരാണോ അയാൾക്കാണ് കൂടുതൽ പ്രശ്നം വരിക. അപ്പോൾ മാക്സിമം എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കുട്ടികളാണ് നമ്മളെ വണ്ടി എടുത്ത് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം ഇനി മുതൽ അവർക്കെല്ലാം വണ്ടി കൊടുക്കാതിരിക്കാൻ രക്ഷിതാക്കൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മുതിർന്നവർ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുവരെ നിങ്ങൾ ലൈസൻസ് എടുക്കാത്തവരാണെങ്കിലൊക്കെ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമുക്കറിയാം പുതിയ രീതിയിലൊക്കെയാണ് ലൈസൻസ് എടുക്കുന്നത്. കാരണം മുമ്പൊക്കെ MIT ബൈക്കിലായിരുന്നു നമ്മൾ ഈ ബൈക്കിനുള്ള 8 എടുത്തിരുന്നത് ടെസ്റ്റ് ഡ്രൈവ്. പക്ഷേ ഇപ്പോൾ അത് മാറി MIT പോയി ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.